തിരുവനന്തപുരത്തെ ധനുവച്ചപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. വൈദ്യൻ വിളാകം രാജ്ഭവനിൽ സെലീനാമ്മയെ ഈ മാസം 17-ാം തീയതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ പരാതിയിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് ജില്ലാ കളക്ടറുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഞാനങ്ങനെ ആദ്യ പരാതി എഴുതി കൊടുത്തത് പോലീസ് എഴുതി കൊടുത്തതെന്ന് പറഞ്ഞാൽ അമ്മയുടെ മരണത്തിൽ ഈ ആഭരണം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് മരണത്തിൽ ദുരൂഹതയുണ്ടാവും. അതുകൊണ്ട് ആഭരണം കണ്ടെത്തി തരാനും ഈ ദുരൂഹത എന്താണെന്ന് അറിയാൻ വേണ്ടി പോലീസ് പരാതി കൊടുത്തു. വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഡീറ്റെയിൽസ്. SKN ഈ മാസം 17-നാണ് തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശിയായ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 75 വയസ്സാണ് പ്രായം. ധനുവച്ചപുരം സ്വദേശിയായ സെലീനാമ്മയാണ് മരിച്ചത്. ഈ മരണത്തിലാണിപ്പോൾ ബന്ധുക്കൾ ദുരൂഹത ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ബന്ധുക്കൾ വീട്ടിൽ മരിച്ച നിലയിൽ വയോധികയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ ബന്ധുക്കൾ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയും സംസ്കാരം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ബന്ധുക്കൾ ഇപ്പോൾ ദുരൂഹത ആരോപിക്കുകയാണ്. ഈ മരണാനന്തര ചടങ്ങുകൾക്കിടെ ഈ വയോധികയെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ മുറിവുകളും ചതവുകളും കണ്ടു എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാറശാല പോലീസിൽ മകൻ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടാണ് പോലീസ് അനുമതി തേടിയിരിക്കുന്നത്. ഈ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ദുരൂഹതയിലേക്ക് നയിച്ചതിൻ്റെ കാരണമായി ബന്ധുക്കൾ പറയുന്നത് ഈ മരിക്കുന്നതിന് മുമ്പ് ഈ വയോധിക സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു. ഈ ദേഹത്തുമൊപ്പം ഈ വീട്ടിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എന്നതാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഒപ്പം ഈ കഴുത്തിൽ ധരിച്ചിരുന്ന സ്വർണ്ണമാലയ്ക്ക് പകരം മുക്കുപണ്ടമാണ് മരിക്കുന്ന ഘട്ടത്തിൽ കഴുത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഈ ദുരൂഹതയിലേക്ക് നയിക്കാനുള്ള കാരണമായി കുടുംബം പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ പരാതിയിൽ നടത്തുമെന്നതാണ് നിലവിൽ പാറശാല പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. SKN.